ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീന ഒരു വൻ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ ഇംപീച്ച് ചെയ്തതിനു ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. ഈ ഷെയ്ഖ് ഹസീന എന്റെയും എൻ്റെ അനുജത്തി ഷെയ്ഖ് റഹനെയും കൊല്ലാനായി ബംഗ്ലാദേശിലുള്ള ചില ശുദ്ധശക്തികൾ അവർ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പറയുന്നത്. വെള്ളിയാഴ്ച രാത്രി അവാമി ലീഗ് പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ഓഡിയോ പ്രസംഗത്തിലാണ് ഷെയ്ഖ് ഹസീന ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കഷ്ടിച്ചാണ് അന്ന് ഞാനും എൻ്റെ അനുജത്തിയായിട്ടുള്ള ഷെയ്ഖ് റഹനെയും രക്ഷപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. 20-25 മിനിറ്റ് ഇടവേള ഞങ്ങൾക്കന്ന് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലായിരുന്നു എന്നും അവർ പറയുന്നു. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൻ മുന്നേറ്റമായിരുന്നു അവിടെ ഉണ്ടായത്. ബംഗ്ലാദേശിൽ മാസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒടുവിൽ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. 76-കാരിയായ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്നു. അതിനുശേഷം നോബൽ സമ്മാന ജേതാവായിട്ടുള്ള യൂനസ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. പലതവണ തന്നെ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 21 കൊലപാതകങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പയായിരുന്നു എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. കോട്ട്ലിപ്പാറയിലെ ബോംബിനെ അതിജീവിച്ച് 2024 ഓഗസ്റ്റ് 5 ജീവിച്ചിരിക്കുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം നടന്നതാണ് എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. അള്ളാഹുവിൻ്റെ കൈ എൻ്റെ മേലുണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ നോട്ടം എൻ്റെ മേലുണ്ടായിരിക്കണം എന്നും പറയുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതിജീവിക്കില്ലായിരുന്നു, എന്നെ കൊല്ലാൻ അവർ ഗൂഢാലോചന നടത്തിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഹസീന പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് 2024 ഓഗസ്റ്റ് 21 ബംഗബന്ധു അവന്യൂവിൽ അവാമി ലീഗ് സംഘടിപ്പിച്ച തീവ്രവാദ വിരുദ്ധ റാലി എന്ന് പറഞ്ഞ റാലി ഉണ്ടായിരുന്നു. ഈ റാലിയിൽ ഒരു ഗ്രനേഡ് സ്ഫോടനം ഉണ്ടായി. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ഗ്രനേഡ് സ്ഫോടനം ഉണ്ടായത്. അതിൻ്റെ തകർച്ചയിൽ 24 പേർ മരിക്കുകയും 500-ലധികം പേർ അവിടെ ജീവൻ പരിക്കേൽക്കുകയും ചെയ്തു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഷെയ്ഖ് ഹസീന ട്രക്കിന് പിന്നിൽ 20,000-ഓളം വരുന്ന ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം 5:22 ഈ സംഭവം നടന്നിരുന്നത്. സ്ഫോടനത്തിൽ ഹസീനയ്ക്കും സാരമായ പരിക്കേറ്റിരുന്നു. അതുപോലെ ഷെയ്ഖ് ഹസീനയെ കൊല്ലാനുള്ള ഗൂഢാലോചന കൂടിയാണ് കോട്ടിപ്പാറ ബോംബ് ആക്രമണം എന്നും ഷെയ്ഖ് ഹസീന പറയുന്നു. ഓഡിയോ സന്ദേശത്തിൽ അവർ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്: 2000 ജൂലൈ 21 76 കിലോ ബോംബ് കണ്ടെത്തിയത്. തുടർന്ന് കോട്ടിപ്പാറ ഷെയ്ഖ് ലുഥോർ റഹ്മാൻ ഐഡിയൽ കോളേജിൽ നിന്നും 40 കിലോ ബോംബും അവിടെ പിടികൂടി. ഇവിടെ രണ്ടും ഞാൻ എത്തിയതാണ്. അവാമി ലീഗ് പ്രസിഡന്റും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായ ഷെയ്ഖ് ഹസീന 2000 ജൂലൈ 22 അവിടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യാനായിരുന്നു എത്തിയത്. ഈ രണ്ട് ആക്രമണങ്ങളിൽ നിന്നും താൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇത് പുറത്തു പറയാനുള്ള കാരണം ബംഗ്ലാദേശിലെ അവസ്ഥ താൻ ഉള്ളപ്പോൾ തന്നെ വളരെ മോശമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കാം. ഇത് ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ്, വലിയ നാണക്കേടാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.